ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഉണ്ടാക്കിയത് എൻ്റെ നെയിം വെച്ചിട്ട് ഉണ്ടാക്കിയ ബ്രേസ്ലെറ്റാണ്. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ബീഡ്സ് നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പം കുറച്ച് ബീഡ്സ് എടുത്തിട്ട് നമുക്ക് ഇനി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ബൗളിൽ കുറച്ച് ബീഡ്സ് ഇട്ടിട്ട് നല്ല ക്യൂട്ടാട്ടോ, നല്ല രസമുണ്ട്. അപ്പം കുറച്ച് ഒരു ഹാർട്ട് ബീഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവറിൻ്റെ ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബട്ടർഫ്ലൈയുടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് നേരത്തെ ബ്രേസ്ലെറ്റിൽ ഉണ്ടാക്കിയ കാരണം ഞാൻ ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയില്ല. പിന്നെ നമ്മുടെ ഇലാസ്റ്റിക്കിൽ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലെ പതിയെ കോർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം നമുക്ക് കോർക്കണം. ഇതെല്ലാം കോർത്തെടുക്കണം. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബീഡ്സ് പോകുന്നുണ്ടായിരുന്നു. ഇതെന്താണോ എല്ലാം ബീഡ്സ് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെറുക്കിയെടുത്തിട്ട് ഇതൊക്കെ ചെയ്തു. അതിന് ഇടയ്ക്കൊക്കെ ഞാൻ വേറെ ഇച്ചിരിയും കൂടി വലുതായിട്ടുള്ള ബീഡ്സ് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാം കയറ്റി ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അതിനിടയ്ക്ക് നമ്മളൊരു ഐയും കൂടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു മിഡിൽ ഭാഗത്താണ് വെച്ചിരിക്കുന്നത്. മിഡിൽ ഭാഗത്താണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ കോർത്ത് കൊടുത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് ഞാൻ ചെറുതായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ജസ്റ്റ് നമ്മൾ സാധാ കെട്ടുന്ന പോലെയല്ല. അതിൻ്റെ ഇടയ്ക്ക് എല്ലാം താഴോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സാധാ ഇങ്ങനെ കെട്ടണ പോലെ അല്ല കേട്ടോ, ഇത് വേറെ രീതിയിലാണ് നമ്മൾ കെട്ടേണ്ടത്. ഞാൻ എങ്ങനെയൊക്കെ പാടുപെട്ട് എങ്ങനെയൊക്കെ കെട്ടിയെടുത്തു. ഞാൻ മറ്റേ രീതിയിലാണ് കേട്ടോ ചെയ്തത്, സാധാ പോലെയല്ല, വേറൊരു രീതിയിലുണ്ട്. ഇങ്ങനെ ചുറ്റിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ ടൈറ്റാക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് ടൈറ്റായിട്ട് നല്ല ടൈറ്റാക്കണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടുമ്പോഴത്തേനും അത് പെട്ടെന്ന് ലൂസായി പോകും. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് എത്ര പറ്റുന്നോ അത്ര നമ്മൾ ടൈറ്റ് ആക്കുക. അല്ലാണ്ട് ഇങ്ങനെ നമ്മൾ കെട്ടിട്ടിട്ട് പോകരുത്. നമുക്ക് എപ്പോഴാണ് ഒരു ടൈറ്റായിട്ടുള്ളൊരിത് തോന്നുന്നത് അപ്പോൾ നമുക്ക് നിർത്താം. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ടൈറ്റൊക്കെ ചെയ്ത് എല്ലാം നല്ല ഇതാക്കണം. അപ്പോൾ ഞാൻ ടൈറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായി ടൈറ്റാക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെയായിട്ടും ടൈറ്റ് ആവണില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഇട്ട് ടൈറ്റാക്കി നല്ല മുറുക്കിയിട്ടൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എക്സസ് ആയിട്ട് വരുന്ന ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്കല്ല ഇതെല്ലാം കറക്റ്റായി വന്നാൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഇടുമ്പം ഒരു കറക്റ്റ് ഇതായിട്ട് വേണം, അളവൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ ഇടാൻ. ഇതെനിക്കിപ്പോൾ കറക്റ്റാണ്. അളവെടുത്തിട്ട് ഇടണം. ചിലവർ അളവെടുക്കാണ്ട് എടുക്കുമ്പം ചിലപ്പോൾ ചെറുതായി പോവും, ചിലപ്പോൾ ഭയങ്കര വലുതായി പോവും. അപ്പോൾ നമ്മുടെ കൈയുടെ അളവെടുത്തിട്ട് വേണം ഇടാനായിട്ട്. ഞാൻ ഇട്ട് നോക്കി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.